ഹലോ ഗൈസ്, അപ്പോൾ തമ്മിൽ കണ്ട പോലെ GST ഇല്ലാതെ നമുക്ക് എങ്ങനെ മീഷോയിൽ സെല്ല് ചെയ്യാമെന്നാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ GSTയുടെ പകരം ഒരു എൻറോൾമെൻറ്റ് ID വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ആ ID എങ്ങനെയാണ് നമ്മൾക്ക് എടുക്കാമെന്ന് നോക്കാം കേട്ടോ. ഈ എൻറോൾമെൻറ്റ് ID വെച്ച് ചെയ്യുമ്പോൾ ആകെ ഉണ്ടാവുന്ന ഒരു ഡ്രോബാക്ക് എന്താ വെച്ചാൽ നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ ഇരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ മാത്രമേ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ, കർണാടകയാണെങ്കിൽ കർണാടകത്തിൽ മാത്രം, അത്രേ ഉള്ളൂ. പക്ഷേ നമ്മളെ സംബന്ധിച്ചൊരു ചെറിയൊരു ബിസിനസ് തുടങ്ങിയ ആളിനെ സംബന്ധിച്ച് അത് വളരെ നല്ലതാണ്. കാര്യം കേരളത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ, GST നമ്പറൊന്നും ഇല്ലാണ്ട്. അല്ലെങ്കിൽ പിന്നെ ആ GST ഫയൽ ചെയ്യലും കാര്യങ്ങളും അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് മീഷോ തരുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യണമെന്ന് നോക്കാം. അതിനാദ്യം നമ്മൾ ഈ മീഷോ സപ്ലയറിൻ്റെ ലിങ്കിൽ കയറുക. എന്നിട്ട് ആ അപ്ലൈ ഫോർ ഇറ്റ് ഹിയറില്ലേ, അത് നമ്മൾ ഞെക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരും, അത് യെസ് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇവിടെ ടു അപ്ലൈ ആസ് എ സപ്ലയർ അതില്ലേ, ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ്, അത് നമ്മൾ കൊടുക്കുക. എന്നിട്ട് പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോമാണ് വരിക കേട്ടോ. ഇതിൽ നമ്മുടെ പാൻ കാർഡിൻ്റെ പേര്, പാൻ കാർഡിൽ ഏതാണോ പേരുള്ളത് അത് കൊടുക്കുക. അതേപോലെ പാൻ കാർഡിൻ്റെ നമ്പർ കൊടുക്കുക. പിന്നെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക. പിന്നെ നമ്മൾ ഏത് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് അത് കൊടുക്കുക. സെക്കൻഡറി ആയിട്ടുള്ള ഇമെയിൽ കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക. അതല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സെയിം സാധനം കൊടുക്കുക. പിന്നെ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരിക. അപ്പം നമ്മൾ ആദ്യം ഒരു പിൻ കോഡ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിലേക്ക് വരും ഫസ്റ്റ്. പിന്നെ അതേപോലെ ഫില്ല് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ കൊടുക്കുക, ആ ഫ്ലാറ്റ് നമ്പർ, അതേപോലെ ലാൻഡ് മാർക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ തന്നിട്ടുള്ള നമ്പറും അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ OTP നമുക്ക് വരും, അതേപോലെ ഇമെയിലിൽ OTP വരും. അത് നമ്മൾ അതിൽ കൊടുത്തിട്ട് പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മെയിലിലേക്ക് നമ്മുടെ എൻറോൾമെൻറ്റ് ID പാസ്വേഡൊക്കെ നമുക്ക് തരും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് മീഷോയിൽ നമ്മളൊരു സെല്ലർ ആവാമെന്ന് ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് വരാം. അപ്പോൾ ആദ്യം ഈ ID എടുത്ത് വയ്ക്കുക. അപ്പോൾ അതുവരേക്കും ബൈ.